ഓക്കെ, നോക്കാം. DP6 ആണ്. ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആസ് പെർ ഏതാ മക്കളെ? പാസ്ബുക്കാണ്. അപ്പോൾ ഇത് എഴുതുന്ന BRS എന്ന് എഴുതും. എന്നിട്ട് എന്തെഴുതും? BRS എഴുതിയിട്ട് ബാലൻസ് അല്ലെങ്കിൽ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് അങ്ങനെ ആവുക. ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആസ് പെർ ഏതാണ്? പാസ്ബുക്ക്. ഓക്കെ അല്ലേ? അപ്പം ഞാൻ ചോദിക്കട്ടെ, പാസ്ബുക്കാണെന്ന് എന്ത് ചെയ്യണ്ട? ഇത് കഴിഞ്ഞിട്ടാക്കരുത്. പാസ്ബുക്കാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണ്ട? ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആണെന്നുള്ളൊരു ചിന്ത ഒന്നും വേണ്ട. നിങ്ങൾ പാസ്ബുക്കാണെന്ന് വിചാരിച്ചോളൂ. ക്ലിയർ അല്ലേ? ഫസ്റ്റ് ഐറ്റം. നമ്പർ 2 സെക്കൻഡ് പോയിന്റ് ഏതാ? ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. പിടിക്കും. ക്യാഷ് ബുക്കിൽ നിന്ന് ചെക്ക് ഇഷ്യൂ ചെയ്തപ്പോൾ ഇവിടുന്ന് കുറഞ്ഞു, ക്യാഷ് ബുക്കിൽ നിന്ന് കുറഞ്ഞു. ഓക്കെ അല്ലേ? നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാ? പാസ്ബുക്കാണ്. പാസ്ബുക്കിൽ നിന്ന് എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ ഇവിടെ മൈനസ്. ക്ലിയർ അല്ലേ? അറിയാലോ. ഞാൻ എന്താക്കണം? ചെയ്യുമ്പോൾ പ്ലസ് ആക്കണം. ഓക്കെ, ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആയതുകൊണ്ട് എന്താക്കണം? പ്ലസ് ആക്കണം. അടുത്തേതാ? തേർഡ് വൺ. ചെക്ക് ഡെപ്പോസിറ്റഡ് വിത്ത് ബാങ്ക് ബട്ട് നോട്ട് കളക്റ്റഡ്. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? പറയും. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എവിടെ കൂടും? ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഏത് കൂടും? ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്യും? ഓക്കെ, ചെക്ക് ഡെപ്പോസിറ്റഡ് ബാങ്ക് ബട്ട് നോട്ട് കളക്റ്റഡ്. പക്ഷെ എവിടെ കൂടിയിട്ടില്ല? പാസ്ബുക്കിൽ കൂടിയിട്ടില്ല. അപ്പോൾ നമ്മൾ പാസ്ബുക്ക് ഈക്വൽ ആക്കാൻ എന്ത് ചെയ്യണം? കുറക്കണം അല്ലേ? കുറച്ചങ്ങോട്ട് വീണ്ടും പോയി വേണ്ട, കൂട്ടണം. ഓക്കെ അല്ലേ? കൂട്ടും. കുറക്കും. ഞാൻ കുറക്കുന്നു. അടുത്തേതാ? നമ്പർ 4. വായിക്കും. ചെക്ക് വായിക്കടാ. ചെക്ക് റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക് ബട്ട് നോട്ട് സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷൻ. അങ്ങനെ പറഞ്ഞാൽ എന്താ? ചെക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക് എപ്പോഴും റെക്കോർഡ് ചെയ്യുക? റിസീവ്ഡ്. നോട്ട് ചെയ്യ്. റിസീവ്ഡ് എഴുതി വെക്ക്. ചെക്ക് റിസീവ്ഡാ. ഓക്കെ അല്ലേ? പക്ഷേ ചെക്ക് റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക് പറയുമ്പോൾ നമുക്ക് ചെക്ക് കിട്ടി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ബാങ്കിൽ എന്ത് ചെയ്തു? ക്യാഷ് ബുക്കിൽ അത് എന്ത് ചെയ്തു? ആഡ് ചെയ്ത് കൊടുത്തു. പക്ഷേ എന്തിൽ നിന്ന് ആഡ് ആയിട്ടില്ല? പാസ്ബുക്കിൽ ആഡ് ആയിട്ടില്ല. പാസ്ബുക്കിൽ ആഡ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ചെക്ക് എവിടെ എത്തണം? ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കണ്ടേ? നമ്മൾ ചെക്ക് കിട്ടിച്ചിട്ട് ഇവിടുന്ന് ബാങ്കിലെ പൈസ കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എവിടെ കൂടി നിൽക്കുന്നുണ്ടാവും? ക്യാഷ് ബുക്കിൽ. പാസ്ബുക്കിൽ എന്ത് ചെയ്യണം? കൂട്ടണം. ഓക്കെ അല്ലേ? പ്ലസ്. അടുത്തേതാ? പേയ്മെൻറ്റ് റിസീവ്ഡ് ഫ്രം കസ്റ്റമർ ഡയറക്ട്ലി ബൈ ബാങ്ക്. പിടിക്കും. അപ്പോൾ ഏത് കൂടും? പാസ്ബുക്ക് കൂടും. പാസ്ബുക്ക് എന്ത് ചെയ്യണം? കുറയ്ക്കണം. അടുത്ത ബാങ്ക് ചാർജ് ഡെബിറ്റഡ് ബൈ പാസ്ബുക്ക്. എവിടെ കൂടും? പാസ്ബുക്കിൽ എന്ത് ചെയ്യും? കൂടുമോ കുറയോ? ഡെബിറ്റ് ചെയ്ത്. അപ്പോൾ പാസ്ബുക്കിലെ പൈസ എന്ത് ചെയ്യും? കുറയും. എന്ത് ചെയ്യണം? കൂട്ടണം. ഓക്കെ അല്ലേ? കുറയ്ക്കേണ്ടി കുറയ്ക്കണം. എവിടുന്ന്? ക്യാഷ് ബുക്കിൽ നിന്ന്. ഓക്കെ, ഇപ്പം ഇനി അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണ്ട? ആഡ് ചെയ്യണം. അപ്പം തന്നെ ലെസ് ചെയ്യണമെന്നും പറയണ്ട. കൺഫ്യൂഷൻ കൂടും. അതുകൊണ്ടാണ്. അടുത്ത 7ാമത്. ഇൻഷുറൻസ് പ്രീമിയം ഓഫ് ബിസിനസ് വാസ് പെയ്ഡ് ബൈ ബാങ്ക് ഓൺ സ്റ്റാൻഡിങ് അഡ്വൈസ്. 4200 രൂപ നമ്മുടെ ഇവിടുന്ന് ബാങ്കിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ട് ബാങ്ക് ആർക്കടച്ചു? ഇൻഷുറൻസ് കമ്പനിക്ക് അടച്ചു. അപ്പോൾ ഇവിടുന്ന് കുറഞ്ഞിട്ടുണ്ടാവും? പാസ്ബുക്കിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം അല്ലേ? അടുത്തേതാ? ബിൽ. എത്ര രൂപയുടെ ബില്ലാണ്? 2500 ബില്ല് അല്ലേ? ഡിസ്കൗണ്ടഡ് വിത്ത് ബാങ്ക് ഡിസോണേഡ് ഡിസംബർ ആൻഡ് നോട്ടിംഗ് ചാർജ് പെയ്ഡ് ബൈ ദ ബാങ്ക് എത്രയുണ്ട്? 200 രൂപ ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ 2500 രൂപ എന്ത് സംഭവിച്ചിട്ടുണ്ട് മക്കളെ? ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട് വിത്ത് ബാങ്ക്. എന്നാണ്? നവംബറിൽ. ഡിസോണേഡ്. ഓക്കെ, യെസ്. അപ്പോൾ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? അതാണ് അടുത്ത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് പഠിച്ചില്ലല്ലോ നമ്മൾ അല്ലേ? നമുക്ക് പഠിക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ബില്ല് ഡിസോണർ ആകുമ്പോഴുള്ള ബാങ്കിൻ്റെ എൻട്രി മാഷ് പറയട്ടെ. ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ വേണം? വേണ്ട. ബില്ല് ഡിസ്കൗണ്ട് ചെയ്തത് ഡിസോണറായി എന്നാ പറഞ്ഞല്ലോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ പറയാം. ബാങ്കിൽ നിന്ന് പൈസ എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറഞ്ഞിട്ടുണ്ടാവും. ഏതിൽ നിന്ന് കുറയും? ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യും? പൈസ കുറയും. എന്നിട്ട് നോട്ടിംഗ് ചാർജും ആരാ അടച്ച്? ബാങ്ക് അടച്ച്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 2500 പ്ലസ് ഏതാണ്? 200. 2700 രൂപ എവിടെ നിന്നും കുറയും? ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യും? കുറയും. ഓക്കെ അല്ലേ? അത് ഏതിൽ നിന്ന് കുറയും? പാസ്ബുക്കിൽ നിന്ന് കുറയും. പക്ഷേ ഈ പൈസ ആരും കൊടുത്തിട്ടില്ല? ബിസിനസ് കൊടുത്തിട്ടില്ല. എന്ത് ചെയ്യണം? കൊടുക്കണം. അപ്പോൾ കൊടുക്കണവരെ എന്ത് ചെയ്യണം? ആ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചേനെ എന്ത് ചെയ്യാം? നമുക്ക് കൂട്ടാം.
റിപ്പീറ്റ്, 2700 റുപ്യ ആർക്ക് വേണ്ടിയിട്ട് പൈസ ചിലവാക്കിയിട്ടുണ്ട്? ബിസിനസ്സിന് വേണ്ടി. ആര് ചിലവാക്കിയിട്ടുണ്ട്? ബാങ്ക്. ആ എമൗണ്ട് എവിടുന്ന് കുറഞ്ഞിട്ടുണ്ടാവും? പാസ്ബുക്കിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കൂട്ടണം. എവിടെ കൂട്ടണം? ക്യാഷ് ബുക്കിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടി. പക്ഷെ നമ്മുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഏതാ? പാസ്ബുക്കാണ്. അപ്പോൾ എന്ത് ചെയ്യണം? പാസ്ബുക്കിൻ്റെ കൂടെ എന്ത് ചെയ്യണം? കൂട്ടണം. കഴിഞ്ഞു. ഇനി ചെയ്യേണ്ട പരിപാടി എന്താ? നേരെ തിരിച്ച്. ഓക്കെ, ആഡ് ചെയ്തതിന് എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക, ലെസ് ചെയ്യാൻ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക അല്ലേ? ഫസ്റ്റത്തെ മൈനസ് അല്ലേ, എന്ത് ചെയ്യണം? ആഡ് ആക്കണം. സെക്കൻഡ് പ്ലസ് അല്ലേ, എന്താക്കണം? മൈനസ് ആക്കണം. മൂന്നാമത്തെ എന്താണ്? പ്ലസ്സിന് എന്താക്കണം? മൈനസ്, ദെൻ പ്ലസ്. ഈ പ്ലസ്സിനൊക്കെ എന്താക്കണം? മൈനസ് മൈനസ്. പിന്നെ ലാസ്റ്റ് പ്ലസ്സിന് എന്താക്കണം? മൈനസ് ആക്കണം. ഒന്ന് ചെയ്ത് നോക്കിനി, ഒന്ന് കാൽക്കുലേറ്റർ എടുത്ത് ചെയ്തിട്ട് പറയും. എത്ര വരും പറയും ലാസ്റ്റ്? എത്ര ലാസ്റ്റാ? 20. ഒന്നുകൂടെ നോക്ക്. 22,900. ഞാൻ ബോർഡിൽ എഴുതിയ എത്ര കിട്ടണം മോളെ? കിട്ടുന്നുണ്ടല്ലേ? 22,900. ഇതിനെന്താ പറയുക? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ഏത് പ്രകാരം? ക്യാഷ് ബുക്ക് എന്ന് പറയും. മകളെ ലാസ്റ്റ് കിട്ടുന്ന സാധനത്തിൻ്റെ പേരെന്താ? എക്സ്ക്യൂസ് മീ, ലാസ്റ്റ് കിട്ടുന്നതിൻ്റെ പേരെന്താ? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ഏതാ? ക്യാഷ് ബുക്ക്. ചെയ്തൂടെ? ചെയ്യും.